നമസ്കാരം. എൻ്റെ പേര് മുഗ്ധ. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. NRI ടാക്സേഷൻ. NRIs ആയിട്ടുള്ള ഫ്രണ്ട്സും റിലേറ്റീവ്സും അങ്ങനെ ഒരുപാട് പേര് നമ്മളെടുത്ത് ഇതിനെക്കുറിച്ചുള്ള ബേസിക്സ് ആയിട്ടുള്ള ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് ഞാനൊരു NRI ആണ്, ഞാൻ ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഞാൻ എൻ്റെ ഇൻകത്തിന് ഇന്ത്യയിൽ ഞാൻ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സംശയങ്ങൾ NRIs ചോദിക്കാറുണ്ട്. അപ്പൊ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ NRIsന്റെ ഫോറിൻ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് നൽകേണ്ട ആവശ്യമില്ല. പക്ഷേ NRIsന് ഇന്ത്യയിൽ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് റെന്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ഇട്ടിരുന്ന ഒരു FDയിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, അങ്ങനെ ഇന്ത്യയിൽ നിന്നും ഏൺ ചെയ്യുന്ന ഇൻകം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഇൻകത്തിന്റെ പുറത്ത് നിങ്ങൾ ഇന്ത്യയിൽ ടാക്സ് നൽകേണ്ടി വരും. അങ്ങനെ പറയുമ്പോഴും ഇന്ത്യയും നിങ്ങൾ ഏത് രാജ്യത്തെ റെസിഡന്റ് ആണോ ആ രാജ്യവുമായിട്ട് ഇന്ത്യക്കുള്ള ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിന്റെ ഒക്കെ ബേസിലായിരിക്കും ഫൈനൽ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഇന്ത്യയിൽ ഈ ഒരു ഇൻകത്തിന് ടാക്സ് അസസ്മെന്റിന് വിധേയമാകേണ്ടി വരും. പക്ഷെ ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾ IT റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യവുമില്ല. നിങ്ങളുടെ ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് ലയബിലിറ്റി 0 ആയിരിക്കും. ചില സന്ദർഭങ്ങളിൽ ഈ NRIsനുള്ള പേയ്മെന്റ് കൊടുക്കുമ്പോൾ TDS ഈടാക്കിയിട്ടാണ് പേയ്മെന്റ് നൽകാറ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴെയുമാണെങ്കിൽ നിങ്ങൾക്ക് ആ TDSന്റെ റീഫണ്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ IT റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. അപ്പൊ NRIs ആയിട്ടുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോം 26AS ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പൊ TDS പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴെയാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ TDS റീഫണ്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും.